എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ടോബിയെയും ദേദ്രയാണ് കാണിക്കുക. ടോബി എപ്പോഴത്തേതും പോലെ എനിക്ക് വിശക്കുന്നു പറഞ്ഞ് ഇപ്പൊ മുമ്പോട്ട് ഓടാൻ തുടങ്ങും. അതിന് ദേദ്ര പറയും, നോ, നിനക്കറിയാൻ പാടില്ല പൊന്നെ, നമ്മളിപ്പോ തേടി പോകുന്നത് ആ ഒരു 3 ടൈൽ മോൺസ്റ്ററിനെയാണ്. ഇനി നീ കുട്ടികളി മാറാതെ ഇങ്ങനെ ഓടിക്കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനമാവും. എന്തായാലും നീ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു 2 പേരും ഒരു സ്ഥലത്ത് പോയി എന്തൊക്കെയോ കഴിക്കാൻ തുടങ്ങും. അപ്പോ ഒരു അമ്മൂമ്മ അവരുടെ അടുത്തേക്ക് വന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അതൊന്നായിട്ട് കൊടുക്കാൻ തുടങ്ങും. ഇവിടെ ടോബി വീണ്ടും വീണ്ടും ദേദ്രയെ കളിയാക്കുമ്പോ അവന് സഹിക്കാൻ വയ്യാതായി. അവന് കലി കയറി ഇപ്പൊ ടോബിയെ അടിക്കാൻ ഓടിക്കും. കട്ട് ചെയ്താ ഇപ്പൊ യുക്കിമാരു അവൾക്ക് വേദന സഹിക്കാൻ കഴിയാതെ അവൾ കിടന്ന് അലറുവാണ്. അപ്പൊ അവളുടെ ബോഡിയിലുള്ള ആ ഒരു 3 ടൈൽ മോൺസ്റ്റർ അത് പതിയെ ഇപ്പൊ പുറത്തേക്ക് വരും. ഇവിടെ കുട്ടപ്പനും ടീംസും ഇപ്പൊ ആ വവ്വാലിന്റെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഡേ ടൈമിൽ പറക്കുന്നത് കാണുമ്പോ തന്നെ നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും അതാ വില്ലന്മാരുടെ വവ്വാലാണ്. അപ്പൊ ഷിനോ അവനെന്തോ ഇപ്പൊ ഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അതിന് കാക്കാഷി ചോദിക്കും, എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനവൻ പറയും, എന്റെ ഇൻസെക്റ്റുകളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, എന്തോ ഒരു നെഗറ്റീവ് ചക്ര അത് വല്ലാതെ എന്നെ വേട്ടയാടുന്നു. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ കുട്ടപ്പനും യാമുട്ടോയും 100-110 ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യാമുട്ടോ ചോദിക്കും, ആ വവ്വാൽ എന്തിനാണ് കത്തിക്കരിഞ്ഞ് പുക വരുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്? അതിന് ഷീനോ പറയും, അവിടെ വലിയ അളവില് ഇപ്പൊ ചക്ര ഫോം ആവുന്നുണ്ട്, അതുകൊണ്ടാണ് അത് അവിടേക്ക് ലക്ഷ്യം വെച്ച് പോകുന്നത്. കുട്ടപ്പനാണെങ്കിൽ ഫുൾ ആവേശത്തില് ഇപ്പൊ മുൻപോട്ട് കുതിക്കുമ്പോ കാക്കാശി പറയും, വേണ്ട വേണ്ട, ഒരുപാട് സ്പീഡിൽ പോകണ്ട, അവിടെ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഇവിടെ കുട്ടപ്പൻ അവൻ ആ വവ്വാലിന്റെ അടുത്തെത്തുമ്പോ അവൻ ചാടി വീണ് അതിനെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ കുട്ടപ്പൻ നേരെ ചെന്ന് വീഴാ അത് വവ്വാല് കൂട്ടങ്ങളുടെ ഇടയിലായിരിക്കും. വവ്വാലുകൾ അറഞ്ചം പുറഞ്ചം പറക്കുമ്പോ അവർക്ക് മനസ്സിലാവില്ല വില്ലന്റെ വവ്വാല് അത് ഏതാണെന്ന്. അപ്പൊ അതേ സമയം കൊണ്ട് ആ ഒരു വില്ലന്റെ വവ്വാല് അത് കറക്റ്റ് ആയിട്ട് അവന്റെ അടുത്തേക്ക് വരും. അത് കറക്റ്റ് ആയിട്ട് അവൻ ഇൻഫർമേഷൻ കൊടുക്കും, ഒരു കൂട്ടം ആൾക്കാര് ഇപ്പൊ നിങ്ങളെ ലക്ഷ്യമാക്കി ഇങ്ങോട്ട് വരുന്നുണ്ട്. വില്ലൻ ഉടനെ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നേരിടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അത് വില്ലന്മാരുടെ ഏരിയ ആയതുകൊണ്ട് അവർ ഓടിച്ചാടി വന്ന് അവിടെ മുഴുവൻ വീണ്ടും സ്മോക്ക് സ്പ്രെഡ് ചെയ്യും. കാക്കാഷിയും ടീമും അവിടെ എത്തുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവും വില്ലന്മാർ അവിടെ അടുത്ത് എവിടെയുണ്ടെന്ന്. കാക്കാഷി കുട്ടപ്പനോട് പറയും, നീ എത്രയും പെട്ടെന്ന് ആ നദിയിലേക്ക് പോയി അവിടെ എന്താ നടക്കണേന്ന് കണ്ടുപിടിക്കണം. പക്ഷെ ഒരു കാര്യം നീ മറക്കരുത്, നമ്മൾ ഇവിടേക്ക് വന്നത് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്, അല്ലാതെ ഫൈറ്റ് ചെയ്യാനല്ല. അപ്പൊ യാമുട്ടോ ഞെട്ടിയിട്ട് കുട്ടപ്പനെ ഒറ്റയ്ക്കയച്ച അത് വലിയ അപകടമാണ്. കാക്കാഷി പറയും, എനിക്ക് കുട്ടപ്പനില് ഒരുപാട് വിശ്വാസമുണ്ട്, കാരണം അവനാണ് ദ റിയൽ അൺപ്രഡിക്റ്റബിൾ ലെജൻഡറി നിഞ്ച. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഷിനോ ആവട്ടെ അവന്റെ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് ആ ഒരു പുകയ്ക്കുള്ളില് ആരെങ്കിലും ഉണ്ടോന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. ഇവിടെ മറ്റൊരു വശത്ത് നമ്മുടെ കുട്ടപ്പൻ ചാടി വീണ് ആ വെള്ളത്തിൽ എന്താ ഉള്ളേ നോക്കുമ്പോ അവന്റെ കൺട്രോൾ പോയി ഇപ്പൊ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവും. കട്ട് ചെയ്ത 2 സെക്കൻഡിനുള്ളില് തവളക്കുട്ടന്മാർ അവിടേക്ക് വന്ന് ഇപ്പൊ കുട്ടപ്പനെ പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുവരും. ഗാമത്തവള ടെൻഷനായിട്ട്, നീ ഇപ്പോഴല്ലേ ഞങ്ങൾ 2 പേരെയും പറഞ്ഞു വിട്ടത്, ഇപ്പൊ വീണ്ടും ഞങ്ങളെ തിരിച്ചു വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാണോ ചോദിക്കുമ്പോ അതിന് കുട്ടപ്പൻ പറയും, ഉറപ്പായിട്ടും ഇതിനു പകരമായിട്ട് ഒരു അടിപൊളി ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരും. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. ആ ഒരു വലിയ പുക അതിന്റെ മറുവശത്ത് എന്താണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. കട്ട് ചെയ്ത യുക്കിമാരു അവൾ ഇപ്പോഴും കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആ ഒരു 3 ടൈൽ മോൺസ്റ്റർ അതിന്റെ റിയൽ രൂപത്തില് ഇപ്പൊ പുറത്തേക്ക് വരാൻ തുടങ്ങും. യുക്കിമാരു സ്ട്രെയിൻ എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ ആ 3 ടൈലിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാബൂട്ടോയ്ക്കും ടീമിനും ഇപ്പൊ വെള്ളത്തിൽ നിൽക്കാനായിട്ട് കഴിയില്ല. മാത്രമല്ല അതിന്റെ രൂപം കണ്ട് അവര് ഞെട്ടിപ്പോവും. അവര് പേടിച്ചു വരച്ച് അങ്ങനെ നിൽക്കാണ്. കബൂട്ടോ വില്ലത്തിയോട് പറയും, ഇനി നിന്റെ ടേൺ ആണ്, എത്രയും പെട്ടെന്ന് അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്ക്. ഇക്കിമാരുവിന്റെ മൂക്കിലൂടെ ഇപ്പൊ ബ്ലഡ് വന്ന് അവൾ ഒരുപാട് ടയർഡായി പതിയെ താഴേക്ക് വീഴാൻ തുടങ്ങും. അപ്പൊ കബൂട്ടോയ്ക്ക് മനസ്സിലാവും ഇനി അവളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന്. കബൂട്ടോ അത് ചിന്തിക്കുമ്പോഴേക്കും അവള് പതിയെ ഇപ്പൊ തല ചുറ്റി താഴെ വീഴും. അതേസമയം 3 ടൈൽ ആവട്ടെ അതിന്റെ കൺട്രോൾ പോയി ഇപ്പൊ മൂവ് ചെയ്യാൻ തുടങ്ങും. അത് കൺട്രോൾ തെറ്റി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അത് അലറിക്കാറി അവിടെ ഉണ്ടായിരുന്ന എല്ലാം തന്നെ അടിച്ച് വീശാൻ തുടങ്ങും. ആ ഒരു ശബ്ദം കേട്ട് ഇപ്പൊ കുട്ടപ്പനും കാക്കാഷിയും എല്ലാവരും ഷോക്കായിട്ട് ശബ്ദം കേട്ട ആ ഒരു സ്ഥലം ലക്ഷ്യമാക്കി അങ്ങനെ ഓടുകയാണ്. അപ്പൊ മറ്റൊരു ഭാഗത്ത് കബൂട്ടോ അവൻ ഇക്കിമാരും തൂക്കിയെടുത്ത് ഇപ്പൊ മുൻപോട്ട് ഓടും. വില്ലത്തി പെണ്ണ് അവള് ചാടി വീണ് അവളുടെ സകല പവറും എടുത്ത് ആ ഒരു മോൺസ്റ്ററിനെ
അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. വില്ലത്തി മോൺസ്റ്ററിന്റെ തൊട്ടടുത്തെത്തുമ്പോ ആ ഒരു തടിയൻ വില്ലൻ അവൻ ആ മോൺസ്റ്ററിനെ പിടിച്ച് തള്ളി മാറ്റി അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ കറക്റ്റ് ടൈമിൽ വില്ലത്തി അവളുടെ ക്രിസ്റ്റൽ ജിപ്സ് വെച്ച് അതിനെ അങ്ങനെ തന്നെ മുഴുവനായിട്ട് ലോക്ക് ചെയ്യാണ്. ആ 3 ടൈല് അവളുടെ ജിപ്സു അത് ഇടിച്ചു പൊളിച്ച് ഇപ്പൊ മുൻപോട്ട് വരും. അവൾ വീണ്ടും ഇപ്പൊ ക്രിസ്റ്റൽസ് ക്രിയേറ്റ് ചെയ്ത് അതിനെ അടിച്ച് കൊല്ലാൻ നോക്കും. അത് കണ്ട് കബൂട്ട വിളിച്ചു പോവും, നീ അതിനെ കൊല്ലാൻ നോക്കുകയാണോ? അതിനെ നശിപ്പിക്കാൻ പാടില്ല, എങ്ങനെയെങ്കിലും അതിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുപോകണം. അത് കേൾക്കുമ്പോ ഇപ്പൊ 3 ടൈല് ടെൻഷനായിട്ട് അതും അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അതിപ്പോ സ്പീഡില് മുൻപോട്ട് മൂവ് ചെയ്യാൻ നോക്കും, പക്ഷെ അതിനെ കൊണ്ട് കഴിയില്ല. അപ്പോഴായിരിക്കും അത് കാണുക ആ ഒരു തടിയൻ അവൻ ആ മോൺസ്റ്ററിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മോൺസ്റ്റർ ഉടനെ പക്ഷെ അപ്പത്തേക്കും ഇപ്പൊ വില്ലത്തി അവളുടെ എക്സ്ട്രീം ക്രിസ്റ്റൽ ഉപയോഗിച്ച് ആ ഒരു മോൺസ്റ്ററിനെ അതിനെ മുഴുവനായിട്ടും കവർ ചെയ്ത് പിടിക്കും. അവളുടെ ജിപ്സ് കണ്ട് 1 മിനിറ്റ് കബൂട്ടോ പോലും ഇപ്പൊ ഫ്രീസ് ആയി പോവും. വില്ലത്തി ഒരുപാട് പവർ എടുത്തതുകൊണ്ട് അവള് ബോധം കെട്ട് താഴെ വീഴും. അത് കണ്ട് ഇപ്പൊ ആ തടിയൻ അവളുടെ അടുത്തേക്ക് ഓടിയെത്തും. അതേസമയം ഇവിടെ ഷിനോയും കാക്കാഷിയും കബൂട്ടോയും അവരെല്ലാം തന്നെ ആ ഒരു പുകയുടെ ഇടയില് അങ്ങനെ നിൽക്കുകയാണ്. ഷിനോ പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. വില്ലന്മാര് അവരെവിടെ നിന്ന് വേണമെങ്കിലും ഇപ്പൊ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുമ്പോ തന്നെ ഏതോ ഒരു വില്ലൻ ഇപ്പൊ അവർക്ക് നേരെ ചാടി വീഴും. അത് കണ്ട സാക്കുറ ആവട്ടെ അവള് ചാടി മറിഞ്ഞ് ആ ഒരു വില്ലനെ ഇപ്പൊ തൊഴിച്ചു തെറിപ്പിക്കും. ഇനട്ടെ കാണുമ്പോ ഇപ്പൊ വില്ലന്മാർക്ക് മനസ്സിലാവും അവൾക്ക് വ്യാഹു കണ്ണിന്റെ പവർ ഉണ്ട്, അതുകൊണ്ട് ഇനി ഇവിടെ നിന്നാ അത് വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞ് അവരവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ തവള കുട്ടപ്പന്മാര് അവരാ വെള്ളത്തിലൂടെ കുട്ടപ്പനെയും തോളിലേറ്റി അങ്ങനെ മുമ്പോട്ട് നീന്താണ്. അവര് പറയും, ഇവിടെ ഒന്നും മഷിയിട്ട് നോക്കിയിട്ടും ഒരു മീനിനെ പോലും ഇപ്പൊ കാണാനില്ല. അവര് നോക്കുമ്പോ അവരുടെ മുൻപിലായിട്ട് വലിയൊരു ക്രിസ്റ്റൽ ഷീൽഡ് കാണും. അതിന്റെ ഉള്ളിലായിട്ട് എന്തോ ഒരു സാധനത്തിനെ ലോക്ക് ചെയ്ത് വെച്ചതായിട്ടും അവർ ശ്രദ്ധിക്കും. അതിന്റെ നിപ്പും ഭാവവും ഒക്കെ കാണുമ്പോ അവര് ചിന്തിക്കും അതും അവരെ പോലൊരു തവളയാണെന്ന്. അപ്പോഴാണ് ഗാമത്തവള പറയാ, പൊന്നെ ഇത് തവളയല്ല കേട്ടോടാ, ഇതാ 3 ടൈൽ മോൺസ്റ്റർ ആണ്. അപ്പൊ കുട്ടപ്പൻ അതിനെ സൂക്ഷിച്ചു നോക്കും. അതിന്റെ കണ്ണനങ്ങുന്നത് കാണുമ്പോ ഇപ്പൊ കുട്ടപ്പൻ ചോദിക്കും, ഇതിനെ ആരാണ് ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചത്? അവരങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോ ആ ഒരു മോൺസ്റ്റർ ആവട്ടെ വില്ലത്തിയുടെ ക്രിസ്റ്റൽ ജിപ്സ് തകർത്ത് ഇപ്പൊ പുറത്തേക്ക് വരും. ഇവിടെ കബൂട്ടോയും തടിയനും ചേർന്ന് ആ ഒരു ബോട്ട് അത് നേരെയാക്കാൻ നോക്കുകയാണ്. മോൺസ്റ്റർ ക്രിസ്റ്റൽ തകർക്കുന്ന ശബ്ദം കേട്ട് ഇപ്പൊ അവരെല്ലാവരും അവിടേക്ക് നോക്കും. വില്ലത്തിക്കൊടനെ കാര്യം വഷളാകുമെന്ന് മനസ്സിലാക്കി അവള് വീണ്ടും മോൺസ്റ്ററിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്ത് ഇപ്പൊ അതുമായിട്ട് ഫൈറ്റ് ഇടും. കുട്ടപ്പനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ഇവളെന്തിനാ ആ മോൺസ്റ്ററുമായിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നതെന്ന് ചിന്തിച്ച് അവൻ ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് അവൻ നമ്മുടെ ചുന്ദരി പെണ്ണ് ഇക്കിമാരുവിനെ കാണും. ഇവളെന്താ ഇവിടെ, ഇവൾ ഇതുവരെ വീട്ടിൽ പോയില്ലെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ അവളെ നോക്കും. ഇവിടെ ഇക്കുമാരോ അവള് കുട്ടപ്പനെ നോക്കി ചിരിക്കുമ്പോഴായിരിക്കും അവളുടെ കയ്യില് വില്ലത്തി കൊടുത്ത ആ ഒരു ക്രിസ്റ്റല് അതിപ്പോ പതിയെ പൊട്ടുന്നതായിട്ട് അവള് കാണാ. വില്ലത്തിയെ ആ ഒരു മോൺസ്റ്റർ അത് കൊല്ലാൻ പോവാണെന്ന് മനസ്സിലാക്കിയ ഇക്കിമാരും ആവട്ടെ അവളുടെ ഫുൾ പവറില് ഇപ്പൊ അലറാൻ തുടങ്ങും. നോ, അവളുടെ സൗണ്ട് കേൾക്കുമ്പോ ഇപ്പൊ ആ ഒരു മോൺസ്റ്റർ ആവട്ടെ അത് പതിയെ പതിയെ ഇപ്പൊ അവളുടെ വരുതിയിലാവാൻ തുടങ്ങും. അത് കണ്ട് കുട്ടപ്പൻ ഷോക്കാവും, ഇവൾക്കെങ്ങനെ ഇത്രയും വലിയ മോൺസ്റ്ററിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു? അവളുടെ അലർച്ചയില് ആ ഒരു ക്രിസ്റ്റൽസ് പോലും ഇപ്പൊ പൊട്ടിത്തെറിക്കും. മോൺസ്റ്ററിന് അത് താങ്ങാൻ കഴിയില്ല, അത് അവളെ നോക്കി ഇപ്പൊ അലറാൻ തുടങ്ങും. അതിന്റെ പവറില് ഇപ്പൊ ആ പുഴ ഇളകി മറിഞ്ഞ് നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ വെള്ളത്തിലേക്ക് വീഴും. അപ്പൊ അതേസമയം ഇവിടെ കാക്കാഷി കാണും ആ ഒരു മോൺസ്റ്റർ അത് വലിയൊരു ചുഴി ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നീന്തി വരുന്നത്. ഇവിടെ ഇക്കിമാരും ആവട്ടെ അവള് വെള്ളത്തിനടിയിലേക്ക് പോയി ഇപ്പൊ പഴയ ഇമാജിനേഷനിലേക്ക് പോവും. അവൾ ഒരു സെക്കൻഡ് ഇപ്പൊ അവളുടെ അമ്മയെ ഓർത്ത് അങ്ങനെ ആ പുഴയുടെ അടിത്തട്ടിലേക്ക് പോവാണ്. അപ്പൊ കറക്റ്റ് ടൈമില് വില്ലത്തി ആവട്ടെ അവിടേക്ക് നീന്തി വന്ന് അവളുടെ കൈ പിടിച്ച് വലിക്കും. ആ സമയത്ത് ഇപ്പൊ വില്ലത്തി ആവട്ടെ അവൾ ആ ചുഴിയിൽ പെട്ടുപോകും. അവള് ക്രിസ്റ്റൽ ക്രിയേറ്റ് ചെയ്യും, പക്ഷെ അവളെ കൊണ്ട് രക്ഷപ്പെടാനാവില്ല. അപ്പോഴേക്ക് യുക്കിമാരോ ഒരുപാട് കഷ്ടപ്പെട്ട് അവളെ വലിച്ചെടുത്ത് ഇപ്പൊ കരയ്ക്കടുപ്പിക്കും. കരയ്ക്കെത്തിക്കഴിയുമ്പോ അവൾക്ക് ബോധം വീണ് ഇപ്പൊ കണ്ണു തുറക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.